പാലത്തായിയിലെ ബാലികാ പീഡന കേസിന്റെ വിധി വന്നിട്ട് കുറച്ച് ദിവസമായി. ഈ കേസ് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഞാൻ വിശദമായൊരു വീഡിയോ യൂട്യൂബിൽ ചെയ്തിരുന്നു. അതിപ്പോഴും അവിടെ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അന്വേഷണത്തിൽ വന്ന പൊരുത്തക്കേടുകളെക്കുറിച്ചും ഇത് വഴിതെറ്റി പോകുന്നതിനെക്കുറിച്ചുമായിരുന്നു ആ വീഡിയോ എന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3-4 കൊല്ലമായി. അതിനുശേഷം അന്വേഷണം പൂർത്തീകരിച്ചു, കുറ്റപത്രം കൊടുത്തു, വിചാരണ ചെയ്തു, പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി അയാളെ കഠിനമായി ശിക്ഷിച്ചു. ഇവിടെ പ്രതി ഒരു സാധാരണക്കാരനല്ല, ഈ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകനാണ്. അപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കോടതിയുടെ വിധി ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. കാരണം എൻ്റെ മുമ്പിലല്ല വിസ്താരം നടന്നത്. എന്തൊക്കെ തെളിവുകളാണ് കോടതിയുടെ മുമ്പിലുള്ളത് എന്നും എനിക്കറിയില്ല. ഏതായാലും ലഭ്യമായ ആ മൊഴികളുടെയും രേഖകളുടെയും എല്ലാ അടിസ്ഥാനത്തിലാണ് പ്രതിയെ ശിക്ഷിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. അദ്ദേഹം അപ്പീൽ കൊടുക്കുന്നുണ്ട്. അപ്പീൽ ഹൈക്കോടതി പരിഗണിച്ച് യുക്തമായ തീരുമാനത്തിലെത്തട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. അപ്പോൾ ഈ വക കേസുകളിൽ കഠിനമായ ശിക്ഷ കൊടുക്കണം, കുറ്റം തെളിഞ്ഞാൽ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അധ്യാപകരാണെങ്കിൽ സാധാരണക്കാർക്ക് കൊടുക്കുന്നതിനേക്കാൾ അല്പം കൂടി കൂടിയ ശിക്ഷ കൊടുക്കണം എന്നും എനിക്ക് അഭിപ്രായമുണ്ട്. ഇത്ര അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു വിവാദത്തിലേക്ക് പോകാം. ഈ കേസിൻ്റെ വിധി വന്ന അന്ന് മുതൽ നമ്മുടെ സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ ഒരു ചേരിതിരിവുണ്ടായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, PDP, പോപ്പുലർ ഫ്രണ്ട് മുതലായ ആളുകൾ ഈ പ്രതിക്ക് ശിക്ഷ കിട്ടിയതിനെ സഹർഷം സ്വാഗതം ചെയ്തു. എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന് രക്ഷിക്കാൻ ശ്രമിച്ച ആളുകളുടെ പേരിൽ നടപടി ഉണ്ടാകണം. ഇതിൽ ഉന്നത തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ചില രാഷ്ട്രീയ നേതാക്കൾ, അതിൽ തന്നെ CPM നേതാക്കൾ ഇതിൽ പങ്കുപറ്റിയിട്ടുണ്ട് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ തട്ടിമുളിച്ചു. ആദ്യഘട്ടത്തിൽ CPMകാർ അതത്ര ഗൗനിച്ചില്ല. ഇവർ പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. മറുഭാഗത്ത് RSSകാരും BJPക്കാരും വിശ്വ ഹിന്ദു പരിഷത്തുകാരും ഒക്കെ ഈ പത്മരാജൻ എന്ന് പേരുള്ള അധ്യാപകൻ, അയാൾ BJPക്കാരനായതുകൊണ്ടാണ്, അയാൾ പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതുകൊണ്ടാണ് പുള്ളിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു പ്രതികാര നടപടി ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ നിരപരാധിയാണ്, നിഷ്കളങ്കനാണ്. കോടതി കാര്യകാരണങ്ങൾ വേണ്ട രീതിയിൽ പരിശോധിക്കാതെയാണ് ഇദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടുള്ളത് എന്നൊരു നിലപാട് കൈക്കൊണ്ടു. അവരതിന് ചില തെളിവുകളും ചില സാഹചര്യങ്ങളും അനുമാനങ്ങളും ഒക്കെ പുറത്തു വിട്ടു. പോലീസുകാരുടെ ഇടയിൽ തന്നെ ചേരിതിരിവുണ്ടായി. ആദ്യം അന്വേഷിച്ച പോലീസുകാർ ഇയാൾ യഥാർത്ഥത്തിൽ നിരപരാധിയാണെന്നും ഈ പരാതിക്കാരി പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളത് എന്നുള്ള നിലപാടെടുത്തു. പിന്നീട് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെയൊന്നുമല്ല, അതിൽ ശക്തവും അനിഷേധ്യവുമായ തെളിവുകളുണ്ട് എന്ന നിലപാടും കൈക്കൊണ്ടു. ഇങ്ങനെ പോലീസുകാർ തമ്മിൽ ചേരിതിരിവൊന്നും സാധാരണ ഉണ്ടാകാത്തതാണ്. ഇത്തവണ അതും ഉണ്ടായി. അപ്പോൾ 2 സമുദായങ്ങൾ തമ്മിലുള്ള ചേരിതിരിവ്, 2 തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള ചേരിതിരിവ്, പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ, അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചേരിപ്പോര്, ഇങ്ങനെ 3 തരത്തിലുള്ള സംഘർഷങ്ങൾ നിൽക്കുന്നതിനിടയിലാണ് CPM ഇതിൽ ഭാഗവാഹിത്വമായി. മന്ത്രി ശൈലജയുടെ ഓഫീസിൽ കിട്ടിയ ഒരു പരാതി അവർ വേണ്ടത്ര ഗൗരവത്തോടെ പരിഗണിച്ചില്ല എന്ന ഒരു പരാമർശം ഈ സെഷൻസ് കോടതിയുടെ വിധിയിലുണ്ട്. മന്ത്രിയുടെ ഓഫീസിൽ ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും എത്ര പരാതികൾ വരും. ഇതിൽ എത്ര പരാതികൾ അവരുടെ കീഴ്ജീവനക്കാർ പരിഗണിച്ച് തീർപ്പാക്കും, അല്ലെങ്കിൽ തീർപ്പാക്കാതിരിക്കും, അല്ലെങ്കിൽ മറ്റ് താഴെയുള്ള ഓഫീസുകളിലേക്ക് മടക്കി അയക്കും എന്നുള്ളതിനെപ്പറ്റി സെഷൻസ് ജഡ്ജിക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മന്ത്രിമാർ നേരിട്ട് കാണുന്ന പരാതികൾ വളരെ അപൂർവമാണ്, അപൂർവത്തിൽ അത്യപൂർവം എന്ന് തന്നെ പറയും. അല്ലാതെ സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വരുന്ന ഓരോ പരാതിയും മന്ത്രി മറിച്ചു നോക്കുകയും തുപ്പൽ തൊട്ട് തിരിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയാൽ മന്ത്രിമാർക്ക് വേറെ ഒന്നിനും സമയം കിട്ടില്ല. ഏതായാലും മന്ത്രിയുടെ ഭാഗത്ത് വലിയ ലാപ്സ് ഉണ്ടായി എന്ന രീതിയിൽ നമ്മുടെ മീഡിയ 1 ചാനൽ വാർത്ത കൊടുത്തു. നേരത്തെ തന്നെ ഇവർ ഈ ശൈലജ ടീച്ചറെ നോട്ടം വെച്ചിട്ടുള്ളതാണ്. ശൈലജ ടീച്ചർക്കെതിരെ ഇവർ 24 മണിക്കൂറും ഇങ്ങനെ ആക്രമണം അഴിച്ചു. ശൈലജ ടീച്ചർ പറഞ്ഞ മറുപടി തൃപ്തികരമല്ല, അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായൊരു വിശദീകരണം നൽകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ വില്ലിഫയിങ് ക്യാമ്പയിൻ തുടങ്ങി വെച്ചു. ടീച്ചറാണെങ്കിലും മീഡിയ 1 ചാനലിനെ പേരെടുത്ത് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തി. ഈ ഘട്ടത്തിൽ CPMകാർ ഈ യുദ്ധത്തിൽ പങ്കുപറ്റിയെന്ന് മാത്രമല്ല, CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായ ഒരു ഹരീന്ദ്രൻ ഒരു പടി കൂടി കടന്നൊരു പൊതുയോഗത്തിൽ ജാതിയും മതവും പരിഗണിക്കാതെയാണ് ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, ഇയാളുടെ മതം എന്താണ്, ജാതി എന്താണ്, അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ ജാതിയും മതവും നോക്കിയിട്ടല്ല ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ ഉസ്താദുമാർ എത്ര കൊച്ചുകുട്ടികളാണ് ആൺ പെൺ ഭേദമന്യേ പീഡിപ്പിക്കുന്നത്.
അതിലൊന്നും SDPIക്കാർക്ക് യാതൊരു പരാതിയില്ലല്ലോ. ഇവിടെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി മുസ്ലിമും അധ്യാപകൻ ഹിന്ദു ആയതുകൊണ്ട് മാത്രമല്ലേ ഇവർക്ക് ഈ ധാർമ്മിക രോഷം ഉണ്ടായത് എന്ന് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചത് അതിൽ ചില ന്യായങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മദ്രസ അധ്യാപകർ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത വരുമ്പോഴൊന്നും SDPIക്കാരോ ജമാഅത്ത് ഇസ്ലാമിക്കാരോ പ്രതിഷേധിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതിൽ ഈ ഹരീന്ദ്രൻ പറഞ്ഞത് വളരെ ന്യായമാണ്. പക്ഷേ അദ്ദേഹം ഇതിനെ സമീകരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പരാമർശം നടത്തണമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് വേറെ ചോദ്യമാണ്. ഇപ്പോൾ CPM-നെതിരെ നേരിട്ട് ആക്രമണം വന്നുകൊണ്ടായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞു. അടുത്ത ദിവസത്തിൽ MV ജയരാജനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി KK രാഗേഷും അടക്കമുള്ള ആളുകൾ ഹരീന്ദ്രനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഹരീന്ദ്രൻ ഇങ്ങനൊരു പരാമർശം നടത്തേണ്ടിയിരുന്നില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് പറയായിരുന്നു. പക്ഷെ അവർ ശക്തമായിട്ട് ഹരീന്ദ്രനെ ന്യായീകരിക്കുന്നതാണ് നമ്മൾ തുടർന്ന് കണ്ടത്. അപ്പോൾ ഹരീന്ദ്രൻ പറഞ്ഞത് ന്യായമാണ് എന്ന് പാർട്ടി വിചാരിക്കും. അപ്പം ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രത്യാഘാതം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ തന്നെ നമ്മുടെ സമൂഹത്തിൽ സാമുദായികമായ ചേരിതിരിവുണ്ട്, ധ്രുവീകരണമുണ്ട്. അത് ഒന്നുകൂടി രൂക്ഷമാക്കാനും മാർക്സിസ്റ്റ് പാർട്ടി പോലെ പ്രായണ ഇതിൽ പങ്കുപറ്റാൻ പാടില്ലാത്ത ഒരു പ്രസ്ഥാനം പോലും അതിശക്തമായി ഇടപെടുകയും അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് വേണ്ട രീതിയിൽ ആലോചിക്കാതെ ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം നടത്തുകയാണ് ചെയ്തത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാമുദായിക ധ്രുവീകരണം കൂടുതൽ രൂക്ഷമാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പൊതുവെ തന്നെ വിവിധ സമുദായങ്ങൾ തമ്മിൽ, വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ ശക്തമായ ചേരിവ് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതിപ്പോൾ ഏതാണ്ട് 2019 മുതൽക്ക് പ്രകടമായിട്ടുണ്ട്. സമീപകാലത്ത് അത് കൂടുതലല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ. അത് വർഗീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സാമുദായിക പാർട്ടികളുടെ ഭാഗത്തുനിന്നല്ല, മതേതര പാർട്ടികളുടെ, സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല. ഏതായാലും കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ അതേ അത്ര വലിയ ക്രാന്തദർശിയാണ് എന്ന് മാത്രമേ നമുക്ക് ഈ സന്ദർഭത്തിൽ സ്മരിക്കാൻ പറ്റൂ.